അവസാനം ഞാൻ ലോട്ടറി അടിച്ചാണ്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ നീരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺതരി വാരിയതൂത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ചാലിയത്താട്ടുള്ളത് മീൻ പിടിച്ചാൻ വേണ്ടി പോകുന്നതാണ്. ചൂണ്ടലിട്ട് കണ്ട് സമയം നട്ടുച്ചയാണ്. ഒരുത്തനാക്കണം അവിടെ അതിഗംഭീരമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, അപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിക്കാണ്ടേ, ചെമ്മീൻ വാങ്ങിയതല്ല, ചെമ്മീനൊക്കെ അവിടെ നിന്ന് പെറുക്കി. സാധനം കിട്ടാല്ലേ അവിടെ ഇവിടെ ഏരിയയിലൊന്നും. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ആക്കെ സെറ്റാക്കിയാണ് ഇവിടെ വന്നാണ് ഇപ്പോൾ അങ്ങനെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീനൊക്കെ അടിച്ചൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ചാനലിൽ ഈ വ്ളോഗും കാര്യങ്ങളും നല്ല ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതാണ് ഈയം പറഞ്ഞത്. ഈയം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈയം കൊണ്ട് നമ്മൾ ഈയാണ് നമുക്ക് ദൂരത്തേക്ക് പോകാൻ സഹായിക്കുന്ന സാധനം. പിന്നെ വെള്ളത്തിൽ താവാനും ഇതാണ്. പിന്നെ ഇത് നമ്മളിങ്ങനെ ഞാൻ 2 എണ്ണമൊക്കെ കെട്ടുന്നുണ്ട്. ചിലവര് കുറച്ച് ഓർക്കാൻ പറഞ്ഞു. ഞാൻ 2 എണ്ണം കെട്ടുന്നുണ്ട്. ചിലവര് 1 തൊട്ട് 2 എണ്ണമൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ 2 എണ്ണം കെട്ടുന്നത്. 2 എണ്ണം കെട്ടിയാൽ മതിയാവോ? 2 എണ്ണം കെട്ടിയാൽ നമുക്ക് ഇപ്പൊ തൽക്കാലം കുറച്ച് ദൂരത്തേക്ക് പോകാനുള്ള ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിന് വേറെ നാക്കുകളൊക്കെ ഉണ്ട്. എന്തിനേക്ക്? കൊക്ക കെട്ടാനുള്ള. അതിമ്മ 3 കൊക്കയാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ഒരു ഈർപ്പമ്മ 3 കൊക്ക കെട്ടിക്കാണ്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ചെമ്മീൻ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇത് വേണ്ടേ, വടി വേണ്ടേ? അതൊക്കെ വേണം. അതൊക്കെ ഇട്ടിട്ട് അത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കുളത്ത് എങ്ങനെ കൊടുക്കണ നോക്കാം. ഓക്കെ, കുളത്ത് എങ്ങനെ കൊടുക്കണ്ടേ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പല പല കെട്ടുകളും ഉണ്ട്. ഇതാണ് നമ്മൾ കുളത്ത്. 3 കിട്ടും. 3 കെട്ടും. ഒന്നമ്മ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊരു ചിറ്റ ഉണ്ടാവും. എൻ്റെ കയ്യിൻ്റെ മറവിലാണ്. ഇങ്ങനൊരു ചിറ്റി ഇങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറുകണമെങ്കിൽ കുളത്ത് തിന്നും വേണം. അത് കഴിഞ്ഞിട്ട് മുറുകണമെങ്കിലേ നമ്മൾ നല്ല വലിക്കണം. 2 കൈയാണ് നമുക്ക് കളിക്കാൻ കഴിയില്ല. അപ്പോൾ പല്ല് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് മുറുക്കല്. സംഗതി ചൂണ്ടലിടാനേ ചെമ്മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെമ്മീൻ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ചെമ്മീനൊന്നും അവിടെ കാണാനില്ല. അവിടെ ഉള്ളതൊക്കെ പെറുക്കി പോന്നൊക്കെയാണ് ഇപ്പോൾ നിലത്തുള്ളതൊക്കെ കണ്ടില്ലേ. ഇതാണ് ചെമ്മീൻ. ആകെ കുറച്ചുള്ളൂ. ചെമ്മീൻ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നോക്കട്ടെ. അതൊക്കെ മതി നമുക്ക് ഇടാന്. നമ്മൾ ബാക്കിയുള്ളപ്പോൾ എന്താ കട്ടപ്പെടുന്ന ആരോടെയും ചോദിച്ചു നോക്കലേ. ആകെ കുറച്ച് ചെമ്മീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ചൂണ്ടൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കറക്റ്റ് ബാബു നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇല്ലേ? ഇതാണ് നമ്മളെ യന്ത്രം കേട്ടോ. ഇതല്ല അതിൻ്റെ ബോക്സ്. ഇതാണ് ഗോൾഡ് ഫിഷ് 4000. ഓക്കെ,
ഇനി ഇവിടെ നമ്മളിതോടെ ഒരു 2-3-4 ചൂണ്ടൽ റെഡിയാക്കി വെച്ചിട്ടില്ലേ കുളത്ത്. ആ അത് കടിക്കാം. ഇതില്ലാത്ത ദിമലോ ഈ വള്ളിനോ ദിമലോ ഈ വള്ളീൻ്റെ താല്പര്യം ദിമലോ നമ്മളെ ചൂണ്ട് അതിപ്പോൾ അതിന് ഫിറ്റ് ചെയ്തോ? ഫിറ്റ് ചെയ്യേണ്ട വേറൊരു വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ. ചൂണ്ടലൊക്കെ റെഡി ആയിക്കൊണ്ടോ? ചൂണ്ടൽ കാണിച്ചു കൊടുക്കാം. ഉണ്ടല്ലേ ഫുള്ള് സെറ്റാണ്. നമ്മളിപ്പോൾ നമ്മൾ ഇടാൻ പോവാട്ടോ. എന്തു സംഭവിക്കും? വണ്ടി മാറ്റേണ്ടി വരുമോ? പിക്കപ്പ് ആക്കേണ്ടി വരും. എന്തായാലും ഞങ്ങൾ വന്നതാട്ടോ. ഇനി പിടിച്ചിട്ട് തന്നെ പോകണുള്ളൂ. തീരുമാനമായിട്ട് പോകണുള്ളൂ ഇവിടുന്ന്. ചെമ്മീനത് പൊളിക്കുക. ചെമ്മീൻ്റെ തോലൊക്കെ കളയണോ? ഓൾക്ക് ഇഷ്ടം ഇറച്ചി മാത്രമാണ്. ചെമ്മീൻ പെരേന്ന് പെണ്ണുങ്ങൾ പൊളിച്ചാൽ പറഞ്ഞാൽ നമുക്ക് മടിയാണ്. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ചൂണ്ടലിട്ടാൻ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വ്ളോഗ് ഏതായാലും പെണ്ണുങ്ങൾ കാണും, ബാക്കി തീരുമാനമായിക്കോളും അല്ലേ? അങ്ങനെ 2 എണ്ണം പൊളിച്ചിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം ഇതിൻ്റെ ഒരു കഷ്ണം ഇത്ര മതി. ഇത്ര മതിയോ? ആ അത് കുറച്ചിട്ടാൽ മതി. ഇതിമ്മ കൊടുക്കാം. 4 കിട്ടണമെങ്കിൽ ഇതിമ്മ കൊടുക്കാം. മതിയോ? ഇതെടുക്കുക. ഇതും ഒരു പ്രശ്നമല്ലേ? ഇതും ഒരു പ്രശ്നമാക്കുക. മതി. ഇനി ബാക്കി ചെറിയൊരു കഷ്ണമുണ്ട്. അത് നമ്മൾ കൈമേലും കൊളുത്തുക. എത്ര കൊളുത്തുണ്ട്? 3 കൊളുത്താൻ. ടോട്ടൽ 3 എണ്ണല്ലേ ഉള്ളൂ? ഞാൻ എനിക്ക് നിൽക്കാം. കയറിയ അതിൻ്റെ ചെറിയ കയറില്ലേ? ഇതാണ് എൻ്റെ ലോക്ക്. എവിടെ? ഇത് ലോക്ക്. ഈ ലോക്ക് ഇങ്ങനെ ഒഴിവാക്കാം. ഞാനോട് ഒഴിവാക്കുക. ആ അപ്പം ഒന്നായിട്ട് പോകണ അടിക്കും. അപ്പോൾ പോയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് അങ്ങനെ തിരിച്ചു വേണം ഉടനെ കയറ്റല്ല. ഇത് പിന്നെ നമ്മൾ ഇവിടെ കുടുക്കം പിടിക്കണേ എപ്പോഴും നന്നാവും. എന്നിട്ട് ലോക്ക് ഒഴിവാക്കാം. ലോക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ വരണം. ആ മതി. മുള്ളനാണ് ഒണ്ണു അല്ലേ? എന്ത് കേട്ടോ നമ്മളെ ഈ കവർക്കാൻ ഇട്ടാളെ. അങ്ങനെ ഗേസ് സാധനം അടിച്ചിരിക്കുകയാണ്. ഒന്നടിച്ചേക്കണ്. ചെറുതാണെങ്കിൽ നല്ല മജുള്ള സാധനമാണ്. മജുള്ളതാണ്. ഇപ്പം ഇടാൻ പാത്രമില്ലേ? കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മീൻ പിടിച്ചണോ? തൽക്കാലം കീസിലിട്ടേക്കണോ? ആളെ കീസിലിട്ടേക്കണോ പറയാം. ചൂണ്ടക്കുളത്ത് കുടുങ്ങി കേസ്. ഇങ്ങനത്തെ കാട്ടുക. നീ വലിച്ചു പൊട്ടിച്ചേരാം. അതൊക്കെ
എല്ലാവർക്കും വിട്ടിട്ട് കൊടുത്താൽ ലൂസാക്കി കൊടുത്തോക്കെ. ലൂസാക്കി കൊടുത്താൽ ഒന്നായിട്ട് പോകുമല്ലോ. ലൂസാക്കി കൊടുത്താലേ ആ ഒന്നായിട്ട് പോകുമല്ലോ. ചിലപ്പം കിട്ടില്ല. ചിലപ്പം കിട്ടിയോ? കിട്ടിയോ? കഴിച്ചിട്ടായി. കിട്ടിയില്ല. പക്ഷേ പൊക്കൊന്നും അതിന് ഉണ്ടാവും തോന്നുന്നില്ല. ആ പൊക്കൊന്നുമില്ല. ഇല്ല. ചൂണ്ടലിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഫോൺ വന്നാൽ എടുക്കരുത്, ആരോടും വർത്താനം പറയാൻ നിൽക്കരുത്. അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അനുഭവിച്ചത് അല്ലേ? അതുണ്ടാക്കി ചൂണ്ട ഇറക്കരുത്. സംഭവം കുളത്ത് കുടുങ്ങി. ചൂണ്ടലിൻ്റെ കുളത്ത് പാറമ്മ കുടുങ്ങി. വർത്താനം പറയാൻ നിൽക്കുക. ശ്രദ്ധ വിട്ടു പോയാൽ അപ്പോൾ സാധനം പോകും. ഇപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടോ. ഇപ്പോൾ അടുത്തേക്ക് കുളത്തേണ്ടി വരും. ഏത് നേരത്തെ കിട്ടിയാ തന്നെ നട്ടളെ. എന്താ സംഭവം എന്ന് പറയാം, സമയം നല്ല വെയിലാണ്, നട്ടുച്ചയാണ്. അപ്പോൾ മീനുകൾ അങ്ങോട്ട് കുടുങ്ങണില്ല. എന്നാലും കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ ചൂണ്ടലിടാൻ. ആ തലക്കൽ നമ്മുടെ അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളേക്കുള്ള ഇപ്പോൾ ഒരു ഏരിയയിലൊന്നും ചെമ്മീൻ കിട്ടാനില്ല. വേറെ ഇടണമെങ്കിൽ ചെമ്മീൻ തന്നെ വേണം. അപ്പോൾ ചെമ്മീൻ തപ്പിങ്ങനെ ഇറങ്ങിയല്ല. ഇവിടെ ഓരോരുത്തർ ഒഴിവാക്കിയിട്ട് പോയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്താലോ എന്ന് ആലോചിച്ചാൽ ചൂണ്ടൽ കുളത്ത് രണ്ടാമതും കുടുങ്ങി. അപ്പോൾ ആളവിടെ കെട്ടിക്കൊണ്ടിരിക്കുക. വെയിലൊന്ന് ആറിയാൽ ചിലപ്പോൾ വൈകുന്നേരം രാവിലെ കഴിച്ചിട്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ ചൂണ്ടലിടാൻ. ഞാൻ ചെമ്മീൻ തപ്പട്ടെ, ഇങ്ങോട്ട് വരാം. നോക്കട്ടെ. അവസാനം ലോട്ടറി അടിച്ചാണ്. ആ മുഖത്തൊരു സന്തോഷം കണ്ടില്ലേ? അടിപൊളിയല്ല. ഇനി അത് അതിൻ്റെ ഉള്ളിലേക്ക് ചാടുക, അങ്ങോട്ട് കൊടുന്നാളോ. വാ 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 ഇങ്ങോട്ട് കൊടുന്നാളെ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കാണ്ട് പിന്നെ അത് പോയി കയറേണ്ടി വരും. ഒട്ടുച്ചക്ക് 2 മണിക്ക് വന്നാണ്ട് നേരെ പത്ര ഞാൻ കൊല്ല പിടിച്ചുകൊണ്ടോ 5 മണിയാവാനായി. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു കുഞ്ഞാപ്പതിമ കുടുങ്ങിയിട്ടുണ്ട്. ആ ഏരായല്ലോ അവിടെ. ചുറ്റിക്കുട്ടി വെച്ചാടാ ഒരു നല്ല കീസ്. ഇതിനിപ്പോൾ കവറിലിട്ടതേ ഓർമ്മയുള്ളൂ കേട്ടോ. തലങ്ങും വിലങ്ങും ഓട്ടയാണ്. ഇത് കത്തിൻ്റെ മോനമാതിരി അത്രയും മൂർച്ചാണ് കേട്ടോ ഈ കൂർപ്പ്. ഇപ്പോൾ 2 കവറിട്ട് 2 ഓട്ടാക്കി. ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നേരിട്ട് പോയിക്കാണ്ട് കല്ലുകൊണ്ട് പിടിച്ചാന്നുണ്ടെങ്കിൽ വിവരം വെള്ളിയാഴ്ച അറിയും. ഇവിടെ ഒരു കല്ല് വെച്ച് കണ്ടേ ഒതുക്കി വെക്കട്ടെ. സംഗതി ഇപ്പം നിങ്ങൾ വിചാരിച്ചുണ്ടാവും ഇതിപ്പോൾ എത്ര വലുതാണോ എന്ന് പഠിച്ചാൽ ഒരു കുത്തിട്ട്. അല്ല നമുക്കിപ്പോൾ ഇതൊക്കെയാണ് വലുത്. ഇതാറ് വലുത് കിട്ടുമോ നോക്കട്ടെ. നീ
സാധനം മാലാന മാല ഒക്കെ പോണു. ഏതാ പൂയാനോ പൂയാനോ എന്ത് വീരാനോ ഇത് നമ്മളെ കീസ് വരച്ച് വലിയ കീസ് ഇട്ടൊക്കെയാ ഇത് കിട്ടാളേ. ഏട്ടക്ക് ഒരു കൂട്ടായിക്കോട്ടെ കൊടുക്കേ. ഏട്ടക്കുട്ടി ഈ കല്ല് വെച്ചോ, ഞാൻ വെച്ചരാം. ചാടനുണ്ട്, പെടക്കുന്നുണ്ട്. വീണ്ടാമതും അടുത്ത അംഗത്തിനായി പുറപ്പെടുന്നു. കൂട്ടി കയറ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ താന്നൂര് കടപ്പുറത്ത് എത്തണം. കോട്ടാണ്ട് നെയ്ച്ചോറ് പീസ് എത്തി. നെയ്ച്ചോറ് എത്തിന് പീസ് എത്തിയില്ല. ഇത് കഴിഞ്ഞിട്ടോ, വ്ളോഗ് കഴിഞ്ഞിട്ടോ. മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, വച്ചിട്ട് വെച്ചു. അപ്പോൾ ചോറിനാൻ വേണ്ടി പോകുന്നു. അപ്പം ഇനി നമ്മൾ അടുത്തത് ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒപ്പം കൂടി പോയി. ഒരു വണ്ടി വരാണ്ട്, വന്നു കഴിഞ്ഞാൽ നേരെ പോകും. ബാബുനെ കാണിച്ചില്ല, ബാബുനെ ചിക്കൻ പീസ് ഒന്നും എൻ്റെ മോനെ അതാ കണ്ടോളി. നെയ്ച്ചോറും ചിക്കൻ പീസും. ചിക്കൻ പീസ് പറഞ്ഞാൽ ഇതാണ് ചിക്കൻ പീസ്. എനിക്കേതാ എനിക്കത്